സ്നേഹക്കൂട്ടുകാരെ, 2 ദിവസം മുമ്പ് തന്നെ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞു നിൽക്കുകയാണ് അന്തമാനിലെ ദിലാനിപ്പൂർ ജുമാഅത്ത് പള്ളി. പെരുന്നാൾ ദിവസം സുബഹി കഴിഞ്ഞ പാടെ പള്ളിക്കാട്ടിലേക്ക് പോയി ദുആ ചെയ്യുകയും ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയും സമയം ചെലവഴിക്കുന്ന ഒരു പതിവ് സമ്പ്രദായം ഈ നാട്ടിലെ മുമ്പേ പതിവുള്ളതാണ്. അതിനിടയ്ക്ക് മറുവശത്ത് ഇവിടെ ഒരു പറ്റം യുവാക്കൾ കർമ്മസജ്ജരാണ്. നിസ്കാരത്തിന് വരുന്ന ആളുകൾക്കും അല്ലാത്തവർക്കുമൊക്കെ പാനീയം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ബദാം മിൽക്കാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നിസ്കാരം കൃത്യം 7:30 മണിക്കാണെന്ന് നേരത്തെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വാഹനങ്ങളിലായിട്ടും നടന്നും പള്ളിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു. ഈദ് സന്ദേശം 7:15 തന്നെ ആരംഭിച്ചിരുന്നു. നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഉച്ചഭാഷിണിയിലൂടെ പ്രഭാഷണം പുറത്ത് കേൾക്കുന്ന രീതിയിലായിരുന്നു. അതിനിടയിൽ നിയമപാലകർ പുറത്ത് സജീവമായിരുന്നു. പോലീസിന് പുറമെ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നാട്ടിലെ SKSFന്റെ കർമ്മസജ്ജരായ പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു. പള്ളിയെല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. മുകളിലും ഇരിക്കാൻ സൗകര്യമുള്ള വിശാലമായ പള്ളി തന്നെയാണ്. പുറത്ത് പാനീയ വിതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയാത്രക്കാർക്ക് പോലും ആ പാനീയം നൽകാൻ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഖുതുബയും സമ്പർക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ കൂട്ടുകാരുമായിട്ടുള്ള ഇത്തിരി സംസാരത്തിലെ പ്രിയപ്പെട്ട ഷുഐബും സൈനും ഷാഹിലും ഫിറോസും പിന്നെ നമ്മുടെ നയീമും വസീമും ജാമിർ ബായിയും പ്രിയപ്പെട്ട മഷായിനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ബഹുമാനപ്പെട്ട ഖാദർ ഉസ്താദിൻ്റെ മുഹബത്തിൻ്റെ ബദാം മിൽക്ക് കുടിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മഹലിലെ തന്നെ അറിയപ്പെട്ട തറവാടായ PP തറവാട്ടിലായിരുന്നു. അവിടെ ചെന്ന് രുചികരമായ ഭക്ഷണവും സൽക്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വീടല്ല, ഒന്നിലധികം വീടുകളാണ്. എല്ലാം അടുത്തടുത്ത് തന്നെ, ഒരേ തറവാടാണ്, വീടുകൾ അടുത്ത് തന്നെയാണ്. എല്ലായിടത്തുനിന്നും ഭക്ഷണം അല്ലെങ്കിൽ പാനീയം കഴിച്ച് പ്രാർത്ഥന ചെയ്ത് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് പേരറിയുന്നതും പേരറിയാത്തതുമായ പലതരം വിഭവങ്ങളും അതിലുണ്ടായിരുന്നു.
പാലുകൊണ്ടുണ്ടാക്കിയ പ്രത്യേക തരം വിഭവമാണിത്. അതിനിടയിൽ ഏറെ പരിചിതമായ മന്തി എത്തി. ഇത്തിരി അതിൻ്റെ കൂടി ടേസ്റ്റ് നോക്കി. മാഷാ അല്ലാഹ്, ഏറെ സന്തോഷദായകവും പുതിയ ഒരു അനുഭവം കൂടിയായിരുന്നു അന്തമാനിലെ ബലിപെരുന്നാൾ സുദിനം വന്നത്. അള്ളാഹുവേ, ആരൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ ഞങ്ങളെ വിരുന്നൂട്ടിയോ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.